എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 3 വരെ നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ രചനാ ശൈലി സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവരുടെ രചനയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന രീതിയിലാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബർത്ത് നരേറ്റീവ് അല്ലെങ്കിൽ ജനന വൃത്താന്തം അതേപടി യോഹന്നാൻ എഴുതുന്നില്ല. എന്നാൽ ഏറ്റവും വിശാലമായ ഒരു ക്യാൻവാസിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ യോഹന്നാൻ പരിശ്രമിക്കുന്നു. അതിനായി അനേക ഗ്രീക്ക് പദങ്ങളും രീതികളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വചനം അഥവാ ലോഗോസ് എന്ന ഗ്രീക്ക് സംജ്ഞയോടുകൂടിയാണ് തൻ്റെ രചന ആരംഭിക്കുന്നത്. ആദിയിൽ എന്ന പ്രയോഗത്തിലൂടെ ഈ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ഭൂമികയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ആരംഭത്തിന് മുൻപ് തന്നെ ഉള്ളതായിരുന്നു വചനം. ഇൻ ദ ബിഗിനിങ്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം ഒരു മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിനും മുൻപേ ഉള്ളതായിരുന്നു വചനം എന്ന് യോഹന്നാൻ പറയാൻ ശ്രമിക്കുന്നു. സൃഷ്ടിപ്രക്രിയയിൽ ഈ വചനം ദൈവമായിരുന്നു. വേദപുസ്തക ഭാഷ്യം അനുസരിച്ച് വചനമായിരുന്ന സൃഷ്ടിയുടെയും വിമോചനത്തിൻ്റെയും ന്യായവിധിയുടെയും ഒക്കെ മുഖാന്തരം ദൈവവചനമായിരുന്നു. ദൈവഹിതവും ദൈവ മനസ്സും തിരിച്ചറിയുന്നതിന് പ്രവാചകന്മാർക്ക് ജ്ഞാനം നൽകുന്നതും വചനമായിരുന്നു. പഴയ നിയമത്തിൽ വിവിധ ഇടങ്ങളിൽ അത് നമുക്ക് വായിക്കാം. എബ്രായ സാഹിത്യത്തിൽ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവിക വെളിപ്പെടുത്തലുകളുടെ ഒരു മൂർത്ത രൂപമായിരുന്നു. ചുരുക്കത്തിൽ വചനം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ എന്നതാണ് അർത്ഥം. യോഹന്നാൻ അത് പറഞ്ഞ് തൻ്റെ അനുവാചകരുടെ മനസ്സിലേക്ക് അത് കൂടുതൽ പതിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഗ്രീക്ക് ചിന്തയിൽ ലോഗോസ് അല്ലെങ്കിൽ വചനം എന്ന് പറയുന്നത് ലോകത്തിന് രൂപവും ക്രമവും നൽകി നയിക്കുന്ന തത്വം എന്നായിരുന്നു അർത്ഥം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ഈ ചിന്തയ്ക്കൊരു മാറ്റം കൊണ്ടുവന്നു. ഗ്രീക്ക് ദർശനമനുസരിച്ച് ലോഗോസ് എന്നത് സാധാരണ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന തത്വമെന്ന് വിവക്ഷിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം ജഡം ധരിച്ച് മനുഷ്യരുടെ മധ്യത്തിൽ പാർത്തു എന്നാണ് രേഖപ്പെടുത്തൽ. അങ്ങനെ ജനമധ്യത്തിൽ പാർത്ത വചനം ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഉൾച്ചേരുകയും പങ്കുചേരുകയും ചെയ്തു. പ്രപഞ്ച വ്യാപാരങ്ങളിൽ ഉൾച്ചേരുന്ന ദൈവം അപ്രകാരം ലോകത്തിൽ ക്രമം വരുത്തുന്നു എന്നതാണ് ഈ ആരംഭ ഭാഗത്തിൻ്റെ ഇതിവൃത്തം. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷ വിവരണം അനുസരിച്ച് ലോഗോസ് എന്നത് നിർണായകമായ ഘടകമാണ്. വചനം ക്രിസ്തു തന്നെയാകയാൽ എല്ലാ ഉണ്മകളുടെയും കേന്ദ്രത്തിൽ അവയെ സംയോജിപ്പിക്കുന്ന ഘടകമായി ക്രിസ്തു നിൽക്കുന്നു. സകലവും അവനിലൂടെയും അവൻ മുഖാന്തരവും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നതും ഇതിൻ്റെ പിൻബലത്തിലാണ്. സകല സൃഷ്ടിയുടെയും ലാക്ക് ക്രിസ്തുവെന്ന ലക്ഷ്യം തന്നെയാണ്.
യേശു സംഭവം അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഈവന്റ് ദാർശനികമായ ദൃഷ്ടിയിൽ അവതരിപ്പിക്കുന്ന യോഹന്നാന്റെ ശൈലി കലാനുസൃതം രൂപപ്പെടുന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ യോഹന്നാൻ ഇവിടെ ഊന്നി പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം ദൈവിക ജ്ഞാനമാണ് എന്ന നമ്മുടെ വിശ്വാസത്തെ ഇത് സ്വാധീനിക്കണം. മറ്റൊന്ന്, അകലം പാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ ഉൾച്ചേരുന്ന ദൈവം, മനുഷ്യരോട് കൂടെ നിൽക്കുന്ന ദൈവം, ലോകത്തോട് കൂടെ നിൽക്കുന്ന ദൈവം, നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവം, നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇത് യോഹന്നാൻ ഗാഢമായ വാക്കുകളിലൂടെയും ശൈലി പ്രയോഗത്തിലൂടെയും ഒക്കെയാണ് പറയുന്നതെങ്കിലും ആ ഒരു യാഥാർത്ഥ്യത്തെ തൻ്റെ അനുവാചകർക്ക്, കേൾവിക്കാർക്ക് പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനമാണ് ദൈവം. ഇന്ന് നമ്മോട് ദൈവം സംസാരിക്കുന്ന ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം നമ്മൾ വളരെ താല്പര്യത്തോടെ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ നാവാണ് ദൈവവചനം. അതുകൊണ്ട് ഈ വചനം നമ്മളെ പ്രകാശിപ്പിക്കാൻ, നമ്മൾ ക്രിയ ചെയ്യാൻ, നമ്മെ ബലപ്പെടുത്താൻ, ഇന്നും നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സ്വാധീന ശക്തിയായി മനസ്സിലാക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വചനത്തോട് ചേർന്ന് നിൽക്കാം. വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ ലഭിച്ച എല്ലാ നന്മകൾക്കായും അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായും സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും, ചലനങ്ങളിലും, ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. ദൈവവചനത്തിൻ്റെ വലിയ ശക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് പാലിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.